ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഗാർഡനിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഗാർഡനിൽ ഒരു 2 ആഴ്ചയായിട്ട് വലിയ പണിയൊന്നും നടക്കുന്നില്ല. ഒന്നാമത് മഴയാണ്, പിന്നെ മണ്ണിലിറങ്ങാനുള്ള മടിയും അങ്ങനെയൊക്കെ കൊണ്ട് ഗാർഡനിൽ ഇറങ്ങുന്നില്ല. ഒരു കണക്കിലിങ്ങനെ ഫ്രണ്ടിൽ നോക്കിയാൽ കാണാൻ ഗാർഡൻ ഭംഗിയാണ്, പക്ഷേ എല്ലാം ഒരു പരുവമായിരിക്കുക. എവിടെ നിന്ന് തുടങ്ങണം, എന്തോ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്നാൽ ഇന്ന് ഗാർഡനിൽ വീഡിയോ ഇടണമല്ലോ എന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. അപ്പം നോക്കിയാൽ എവിടെ നോക്കിയാലും പണിയാണ്. എന്നാൽ ആദ്യം എൻ്റെ ഗാർഡൻ്റെ ഓവറോൾ ഒരു വ്യൂ കാണിച്ചിട്ട് അത്യാവശ്യം കൊച്ചു കൊച്ചു പണികളും അവിടെ ഇവിടെയെല്ലാം ഇച്ചിരി ചെടി ഉണങ്ങിയിരിക്കുന്നു, വാടിക്കിടക്കുന്നു, അങ്ങനെ അതെല്ലാം ഒന്ന് ശരിയാക്കാൻ നോക്കാം. മഴ പെയ്യുന്നുണ്ടെന്ന് പകുതി ചെടിക്ക് ആശ്വാസമാണെങ്കിലും മഴ വെള്ളം കിട്ടാതെ കുറേ ചെടി കിടന്ന് വിഷമിക്കുന്നുണ്ട്. അതിന് ഞാൻ വെള്ളം ഒഴിക്കുന്നത് ഇപ്പോൾ കുറവാണ്. അതിൻ്റെതായ വാട്ടം എൻ്റെ ചെടിയിൽ കൊണ്ട് കാണും. എവിടെ ഇച്ചിരി സ്ഥലം കിട്ടുന്നു അവിടെയെല്ലാം ചെടി വെച്ചിട്ട് ഇതിൻ്റെ എല്ലാം പുറകെ നടക്കാൻ ഇപ്പോൾ സമയം കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. സമയം കിട്ടും, പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരു കാര്യം ചെയ്യാൻ മടിച്ചു കഴിഞ്ഞാൽ ഒന്ന് മഴയാന്ന് മടിച്ചു, പിന്നെ ഒരു ചുമയും പണിയും, പിന്നെ ഇങ്ങനെ ഓരോരോ എക്സ്ക്യൂസ് നമ്മൾ പറഞ്ഞാൽ പിന്നെ അങ്ങ് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. പിന്നെ അകത്ത് നിൽക്കുന്ന ചെടിക്കൊക്കെ ഇച്ചിരി വല്ലപ്പോഴും വെള്ളം കിട്ടുന്നുണ്ടെങ്കിലും പുറകിൽ ഞാൻ കുറേ ചെടി ഫ്രണ്ടിൽ കയറി വരുന്നിടത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒട്ടും വെള്ളം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ചെടിയെല്ലാം ഒരുമാതിരി വാടി ഉണങ്ങി വല്ലാതായിട്ടുണ്ട്. ഗാർഡനിങ് മാനേജ് ചെയ്യുന്ന അത്രയും എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ ഭംഗിയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇച്ചിരി മെനക്കെടണം. അപ്പോൾ എപ്പോഴും നമുക്ക് ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ചെയ്യാൻ നമ്മൾ മടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ, എല്ലാം പണിയാണ് ഇനി കിടക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഇത് അടീനിയത്തിൻ്റെ വിത്തൊക്കെ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെയൊക്കെ ഇതെല്ലാം എടുത്ത് വയ്ക്കുമായിരുന്നു. ഇപ്പം അതിനൊന്നും സമയവും ഇല്ല, വലിയ താല്പര്യവും. അങ്ങ് അടീനിയത്തിൻ്റെ കെയറൊന്നും ശരിക്കും നടക്കാത്തത് കൊണ്ട് അതിൻ്റെ ഭംഗിയെല്ലാം ഇല്ലാതെ ഒരു വല്ലാതെ നിൽക്കുന്നു. അതുകൊണ്ടിപ്പം വലിയ വിത്തൊന്നും എടുത്ത് കിളിപ്പിക്കുന്നില്ല. നേരത്തെ ഞാൻ ഒത്തിരി ബോൺസായി ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ ഒത്തിരി സമയം ഞാൻ ഗാർഡനിൽ അങ്ങ് സമയം പോക്കുമായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടം പോലെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പം ഇതെല്ലാം ഒരുമാതിരി ഡല്ലായിട്ടിരിക്കുന്നു. അതുമല്ല, ഞാനിപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഗാർഡനാണ്. അപ്പോൾ അവിടെ പണി നടക്കുമ്പം എൻ്റെ ചെടികളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുറേ നഷ്ടപ്പെട്ടു. നമ്മൾ ഒരിടത്ത് മാനേജ് ചെയ്ത് വരുമ്പം അവിടെ എന്തെങ്കിലും പണി വരും. അങ്ങനെ എല്ലാം ഒരുമാതിരി ഇരിക്കുക. ഇപ്പം ഇത്ര ഇടം മാത്രമേ വൃത്തിയായിട്ട് ഇരിക്കുന്നുള്ളൂ. അവിടെയും കുറച്ചൊക്കെ ശരിയാക്കാനുണ്ട്. അതൊക്കെ ഇന്ന് വൃത്തിയാക്കി ഏതെങ്കിലും 1-2 അറ്റമെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ നോക്കാം. ഒന്നൊന്നായിട്ടല്ലേ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒറ്റയടിക്ക് എല്ലായിടവും ശരിയാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോരോ സൈഡ് ഓരോരോ തീം പോലെ വെച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരേ പോലത്തെ ചെടിയൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ പിടിപ്പിച്ച് വരുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെയും ഇടയ്ക്കെല്ലാം ഇങ്ങനെ പോച്ച കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ങനെ അടുത്ത തൈ വരുമ്പം അതെടുത്ത് അടുത്തടുത്ത് മാറ്റി വെച്ച് ഇങ്ങനെ പിടിപ്പിക്കുന്നതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്ന. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇതെല്ലാം പെൻഡിങ് ആണ്. അപ്പോൾ ഒന്നൊന്നായിട്ട് അറേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഇത് എയർ പ്ലാന്റ് ഞാൻ മറത്തി വെച്ച് നോക്കിയതാണ്. കുറേ ചെടിയെല്ലാം പോയതാണ്, ഉണങ്ങിപ്പോയതും ഒത്തിരി പഴുത്തു പോയതൊക്കെ. ബോൺസായി ഞാൻ പറഞ്ഞില്ല നേരത്തെ, ബോൺസായി ഒത്തിരി ചെയ്യുമായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ 2-3 എണ്ണം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പുതിയ അറേഞ്ച്മെൻറ്റ് ഇതൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.